സുഹൃത്തുക്കൾ അവരുടെ ഒരു ടീം വർക്ക് കൊണ്ടാണ് ഈ പല കാര്യങ്ങളും ഒരു നേട്ടമൊക്കെ ആയിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ തുറയിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഒരു 70% പല ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ് 70% ആൾക്കാരിരിക്കുന്നത്. എനിക്ക് ആദ്യമായിട്ട് 500 രൂപ ശമ്പളം തന്ന മോഹൻദാസ് അങ്ങോട്ട് ഇരിപ്പുണ്ട്. ബോംബെയിൽ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ 2.5 മാസം നടന്ന സമയത്ത് കഷ്ടം തോന്നിയിട്ട് നീ എന്നാൽ എൻ്റെ ഫാക്ടറി വന്ന് നിന്നോ, 500 രൂപയെ തരാനുള്ളൂ, വണ്ടിക്കൂലിയെങ്കിലും ആകട്ടെ, അത് തൊട്ട് തുടങ്ങിയിട്ടുള്ള. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ ഒപ്പം തന്നെ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസിലെ വളരെ റെയറായിട്ടുള്ള കെമിക്കൽ എഞ്ചിനീയർമാരാണ് ഞാനും ഹേമേന്ദ്രൻ സാറും ജ്യോതിലാൽ സാറും പിന്നെ ഒരു തോമസും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ O-, AB- എന്നൊക്കെ പറയുന്ന റെയർ ബ്രീഡായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ 3 ഫോട്ടോഗ്രാഫർമാരുണ്ട്. പ്രിൻസ് ആദിത്യവർമ്മ അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റക്കായി പോയെന്ന് എനിക്ക് മെസ്സേജ് അയച്ചു. അമ്പലത്തിനകത്താണ്. അനന്തകൃഷ്ണൻ സാറും ഞാനും കൂടെ ഈ പ്രാവശ്യം ആസാമിലും ഭൂട്ടാനിലും ഒക്കെ പോയി. ഞാൻ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ഞാൻ എടുത്ത അതേ ഫോട്ടോ തന്നെ അദ്ദേഹം എല്ലാം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് വലിയ സ്കോപ്പൊന്നുമില്ല. പിന്നെ പ്രശാന്തിനെ ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പറയാനായിട്ട്. അപ്പോൾ ഞാൻ നല്ല ലക്ഷ്മിയായിട്ട് സംസാരിച്ചെന്നെ പറഞ്ഞു ഇനി സാറും കൂടെ പറയാനുള്ളൂ, ബാക്കി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ അവസാനം ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളും എൻ്റെ വെൽവിഷേഴ്സും എൻ്റെ ടീംമേറ്റ്സും അതിനേക്കാൾ ഉപരി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ മുന്നിൽ ചില കാര്യങ്ങൾ പറയണമെന്നും അതിനേക്കാൾ ഉപരി ഞാൻ പ്രശാന്ത് പറഞ്ഞെടുത്തു എന്നാണ് വി ഡിസേർവ് സംതിങ് റിയലി ബെറ്റർ. ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും വർണ്ണവർഗന്മാരും വർഗവർഗന്മാരും ഒക്കെ നടക്കുന്ന അതൊന്നുമല്ല നമ്മളിവിടെ കമ്പയർ ചെയ്യേണ്ടത്. നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് യൂറോപ്യൻ നേഷൻസുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. കാരണം ഞാൻ ഇതിനകത്ത് ഒരു പാരഗ്രാഫ്, ആദ്യത്തെ പാരഗ്രാഫിനകത്ത് തന്നെ ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ഭരണ നേതൃത്വം എന്ന് പറയുന്ന രാഷ്ട്രീയക്കാർ, ഞാൻ അവരെ പറ്റി പറയാം. എൻ്റെ അച്ഛൻ രാഷ്ട്രീയക്കാരനായിരുന്നു. അതിൽ നിന്ന് പാഠം പഠിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്, മോശം കാര്യങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത്? സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടുള്ള ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമിയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മന്നത്ത് പത്മനാഭനും അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ അവകാശത്തെപ്പറ്റി, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും പഠിപ്പിച്ചു. ക്രിസ്ത്യൻ മിഷണറീസ്, ബ്രിട്ടീഷുകാരും ഒക്കെ തന്നെ ഇവിടെ കുറച്ച് സ്കൂളുകളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടായി. എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ മാധവൻ BA അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 1950s ആണെന്നുണ്ടെങ്കിൽ സിലോണിൽ പോയി ജോലി ചെയ്ത ആളാണ്. തിരുവനന്തപുരത്ത് പട്ടത്തായിരുന്നു അദ്ദേഹം താമസിച്ചത്. അവസാന കാലത്ത് ഓട വീണ് അദ്ദേഹത്തിൻ്റെ ഒരു ആക്സിഡൻറ്റ് പറ്റി മരിച്ചാണ്. അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ സിലോണിലും റംഗൂണിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ, പ്രത്യേകിച്ച് 1970 ഗൾഫിലും യൂറോപ്പിലും ഒക്കെ പോയി ആളുകൾ പൈസ ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങി. പൈസ ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങിയപ്പം ക്രയവിക്രയം ഉണ്ടായപ്പോൾ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്ന അത് ഉയർന്നപ്പോൾ നമ്മുടെ ഭരണ നേതൃത്വം എന്താ ചെയ്തത്? ടാക്സ് പിടിച്ച് കൊള്ളയടിച്ചു. 5 കൊല്ലം ആയുസുള്ളൊരു ഗവൺമെൻറ് 15 കൊല്ലത്തെ വണ്ടിയുടെ ടാക്സ് പിരിക്കാൻ അവർക്ക് എന്താ അവകാശം? ആരാ എന്തും ചോദ്യം ചെയ്യാത്തത്? അവർ 5 കൊല്ലത്തേക്കുള്ള പിടിക്കണം, അല്ലെങ്കിൽ 3 കൊല്ലത്തേക്കുള്ളത് പിരിക്കണം. 15 കൊല്ലത്തെ പിടിച്ചിട്ട് എന്താ ചെയ്യുന്നത്? അവരതിനുശേഷം പോയി ലോൺ എടുക്കുകയാണ് നമുക്ക് വേണ്ടി, എന്നിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ എൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൽ യഥാ പ്രജ തഥാ രാജ എന്ന് പറയുന്നുണ്ട്. യഥാ പ്രജ തഥാ രാജ എന്ന് പറയാൻ കാര്യം, പ്രജകൾ ഇത് ചോദിക്കുന്നില്ല. നമ്മൾ ഉത്തരേന്ത്യക്കാരെക്കാളും മിടുക്കന്മാരാണെന്ന്. ഉത്തരേന്ത്യക്കാരുമായിട്ടൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും അങ്ങനെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അവരിപ്പോഴും അധപ്പതിച്ച് കിടക്കുന്നത്. അങ്ങനെ ഒരു നല്ലൊരു സംസ്ഥാനത്ത് ഇത്രയും അതായത് പണ്ട് പറഞ്ഞതുപോലെ ഒരു തോർത്തെടുത്ത് തലയിലിട്ട മഴ കൊള്ളത്തില്ല, ഒരു തോർത്തെടുത്ത് വീശിയാലാണെന്നുണ്ടെങ്കിൽ ചൂട് പോകും. ഇപ്പം അങ്ങനെയല്ല. എന്നാൽ പോലും ഇങ്ങനെ പറയുന്ന സുന്ദരമായിട്ടുള്ള ഗോഡ്സ് ഓൺ കൺട്രിയിൽ നമുക്ക് നല്ലൊരു ഭരണാധികാരികളെ ശരിക്കും നമ്മൾ അർഹിക്കുന്നുണ്ട്. പ്രശാന്തിനെ പോലുള്ളവർ സിസ്റ്റം കംപ്ലീറ്റ് ഔട്ടാണെന്ന് പറഞ്ഞ് അതിനകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇതിനകത്തുനിന്ന് ഉണ്ടാകണം. ജനങ്ങൾ ചോദിക്കണം. ഈ ബ്യൂറോക്രസിയിലുള്ള നല്ല ഉദ്യോഗസ്ഥർ, പ്രശാന്തിനെ പോലുള്ള ഉദ്യോഗസ്ഥർ, ആ ഉദ്യോഗസ്ഥരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി ശ്രമിക്കണം. ഈ പുസ്തകം ഞാൻ സത്യം പറഞ്ഞ മനോരമ ടീമിൻ്റെ അടുത്ത് ഞാൻ ഈ ജുബയൊക്കെ ഇട്ടപ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ടായിരിക്കും ഞാനൊരു എഴുത്തുകാരനായിരിക്കും എന്ന്. അതുകൊണ്ട് ഒരു തോന്നലുണ്ടായിരിക്കും. മറ്റേ ബിജുകുട്ടൻ പറയുന്ന പോലെ ഞാൻ ONV പോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് കുറിക്കും എന്ന് പറയുന്ന പോലെ ഞാനൊരു എഴുത്തുകാരനൊന്നുമില്ല. എനിക്ക് മനസ്സിൽ തോന്നിയ ഐഡിയ
ഏതാണ്ട് റിട്ടയർ ചെയ്യുന്നതിന് 1 കൊല്ലം മുമ്പ് തന്നെ ഞാൻ VRS പോലെ, അതെന്ന് വെച്ചാൽ പുതിയ പേ റിവിഷൻ വരുന്നുണ്ട്, അപ്പം VRS എടുത്ത് ചിലപ്പം കിട്ടത്തില്ല. അതുകൊണ്ട് വേണുസാറിൻ്റെ അടുത്ത് അന്നത്തെ ചീഫ് സെക്രട്ടറി അടുത്ത് പറഞ്ഞു ഐ ഗോൺ ലീവ്. അങ്ങനെ ലീവ് എടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്നെ KSEB ചെയർമാനാക്കി. പിന്നെ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ജോബ്, ടെക്നിക്കൽ ജോബ്, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ 1 കൊല്ലം റിട്ടയർ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ അതിന് മുന്നേ ഇറങ്ങാൻ പോകുന്ന ആ സമയത്ത് കോറിയിട്ടിട്ടുള്ള കാര്യങ്ങൾ ചില വാട്സാപ്പിനകത്തും മറ്റുമാണെന്നുണ്ടെങ്കിൽ KSEBയിൽ ഇരുന്ന സുനില എന്ന് പറയുന്ന എൻ്റെ PA, അവരാണെന്നെ ടൈപ്പ് ചെയ്തത് എല്ലാം കൂടെ വെച്ചിട്ട് എനിക്ക് പുസ്തകം എഴുതാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മധുചേട്ടൻ മധുചേട്ടൻ്റെ അടുത്ത് ഞാൻ സാഷ്ടാംഗം പറയണം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് സുകുമാരൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ സുകുമാരനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു, സാർ എഴുതിയത് വെച്ച് പുസ്തകമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, സാർ അതാദ്യം മനസ്സിലായി, നഗ്നമായി സത്യം സാറ് മനസ്സിലാക്കണം. സാർ ഇതിരുന്ന് സാറിൻ്റെ ലേഖനങ്ങൾ ഞാൻ വായിക്കാറുണ്ട്, അതുപോലെ ഇരുന്ന് ഓരോ ചാപ്റ്ററായിട്ട് എഴുതണമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ജനുവരി തൊട്ട് കംപ്ലീറ്റ് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞ 4 മാസം അതായിരുന്നു. എന്തിന് പ്രിൻറ്റിങ്ങിന് ഏപ്രിൽ 20 ഈ പുസ്തകം പോകണമെന്ന് പറയുമ്പോഴും അന്നേരം ഞാൻ ഇദ്ദേഹത്തിന് പിന്നെ അന്നേരം ഒരു ചാപ്റ്റർ അയച്ചു കൊടുത്തു. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഒത്തിരി ചാപ്റ്ററുകൾ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് ഏറ്റവും എനിക്ക് വിഷമം തോന്നിയിട്ടുള്ള അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റാണ്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒത്തിരി കഥകൾ പറയാനുണ്ട്. 7 മാസം അവിടെ ഇരുന്നുണ്ട്. ഒരു അഗ്രികൾച്ചർ ഓഫീസറും 41 കർഷകരും എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. ഈ ആലിബാബയും അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ ഞാൻ ഒരു 20 ചാപ്റ്ററിലാണ്ട് 12-13 ചാപ്റ്ററേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനൊരു ട്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നാച്ചുറലി ഐ ക്യാൻ കം ഔട്ട് വിത്ത് ന്യൂ ബുക്സ് ആസ് വെൽ. അപ്പോൾ ഈ മനോരമ ടീം വന്നു, അത് പെട്ടെന്ന് തന്നെ അവർ എഡിറ്റ് ചെയ്തു. കുറച്ചധികം കാര്യങ്ങൾ പോയിട്ടുണ്ട്, അതിനകത്ത് ചില രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും ഞാൻ എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ രാജ്മോഹൻ സാർ ഇവിടെ ഇരിപ്പുണ്ട്, ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ എൻ്റെ ചില കൊളീഗ്സും ഇരിപ്പുണ്ട്, KB ഇരിപ്പുണ്ട്. എന്നെ ഒരു പ്രൊഫഷണൽ ആക്കിയത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സാണ്. അതുകൊണ്ട് ഞാൻ അന്ന് അവിടുത്തെ HR മാനേജറുടെ അടുത്ത് പറഞ്ഞു, ഏത് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ പോകാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാം, ആ ഒരു ഓർഗനൈസേഷൻ്റെ ട്രാൻസ്ഫോർമേഷൻ വിച്ച് സ്റ്റാർട്ടഡ് വിത്ത് നമ്പൂരിപ്പാട് സാർ ആൻഡ് വിച്ച് ഹാസ് ആക്ച്വലി റിയലി ഡൺ ബൈ രാജ്മോഹൻ സാർ, അതെനിക്ക് നല്ലൊരു പ്രൊഫഷണലിസത്തോടു കൂടി വരാനായിട്ട് പറ്റി. കാരണം വെച്ചാൽ ആ ട്രെയിനിങ്ങിലൂടെയാണ് ഒരു പ്രൊഫഷണലിസം എൻ്റെ കയ്യിൽ വന്നത്. അല്ല ഒരു ഡിഗ്രി പഠിച്ചുകൊണ്ടോ കോളേജിൽ പഠിച്ചുകൊണ്ടോ ഒന്നുമല്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വേറൊരു പേഴ്സ്പെക്റ്റീവിലാണ്. സെൻട്രൽ PSUs ഏറെക്കുറെ അതിനകത്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്നാലും ഏറെക്കുറെ നന്നായിട്ട് നടക്കുമ്പോൾ കേരള PSU എന്താണ് നടക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ പണ്ട് പേർഷ്യൻ രാജവംശം വന്നു, ഇന്ത്യയെ കൊള്ളയടിച്ചു പോന്നു, അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നു കൊള്ളയടിച്ചു പോന്നു. ഇങ്ങനെ കൊള്ള സംഘങ്ങൾ ഇങ്ങോട്ട് വരുന്നത്, അതാണ് നാം നമ്മളെ കൊള്ളയടിക്കുമ്പോൾ അവർ വന്നിട്ട് കൊള്ളയടിച്ചിട്ട് പോകുന്നു, ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ, ഇടയ്ക്കിടയ്ക്ക് ഒരു നറേറ്റീവ് ഉണ്ട്, നമ്മളാണ് നമ്പർ 1, നമ്മളാണ് നമ്പർ 1. ഇത് വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ ഇന്ന് രാവിലെയും TV ക്യാമറ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, there are only 2 types of Malayalis. One Malayali who are thinking, who has seen the world, ലോകത്തെപ്പറ്റി അറിയാം, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിയാം. 2 എന്ന് പറയുന്നത് ഈ യാതൊരു ഇതുമില്ലാതെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് അവർ പറയുന്നതാണ്, അല്ലെങ്കിൽ മത നേതാക്കന്മാരാണ് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരാണ് ഇതാണ് സ്വർഗമെന്ന് പറഞ്ഞിട്ട്, ഇതല്ല സ്വർഗം. ഞാൻ ഇതിനകത്ത് ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്, വാട്ട് ഈസ് അവർ ബേസിക് റിക്വയർമെൻറ്റ്സ്. നിങ്ങളത് അഡ്രസ്സ് ചെയ്തു, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇതും കൂടെ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇപ്പം ശശിധരൻ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യൂണിയൻ അതിനൊരു സപ്പോർട്ട് കൊടുത്തിട്ടില്ല, അതേ ഇവിടെ ഉണ്ട്. KP രാജേന്ദ്രൻ എന്ന് പറഞ്ഞൊരു മന്ത്രി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, അദ്ദേഹത്തിന് പിന്നെ MLA ആയും മന്ത്രിയായിട്ടും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ സിസ്റ്റത്തിനകത്ത് നമ്മളെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നാച്ചുറലി അവരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ്. പക്ഷേ എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനായിട്ട് ജനിച്ചു. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മനോരമയിൽ ഈ പുൽപ്പള്ളിയിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന സമയത്ത്, അതിനുശേഷം എൻ്റെ ഏതോ ഒരു ഓർമ്മയുടെ ഉള്ളൊരു സമയത്താണ് ഒരു ജന്മിയെ, അന്ന് ഈ സെൻസർഷിപ്പ് ഒന്നുമില്ല, അതായത് തൂണയിൽ കെട്ടി കഴുത്തില്ലാത്ത ഒരു ഫോട്ടോയാണ് പത്രത്തിൽ കാണുന്നത്. ഇതെന്നെ വല്ലാതെ പിടിച്ചൊലച്ചാണ്. അപ്പോൾ ഈ നക്സൽബാരി പ്രസ്ഥാനം എന്താണെന്നുള്ളതിനെപ്പറ്റി ഞാൻ അറിയാവുന്നവരുടെ അടുത്തൊക്കെ ചോദിച്ചു. അപ്പോൾ അജിത, ഫിലിപ്പം പ്രസാദ്, അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ ആരാധനയായി. ഞാൻ സാമൂഹ്യനീതി വകുപ്പിലിരിക്കുന്നുണ്ട്, നോക്കിയപ്പോൾ ഒരു ദിവസം അജിത വരുന്നു. അപ്പോൾ എൻ്റെ ഒരു വലിയ ഡ്രീമിലുണ്ടായിരുന്ന വിപ്ലവകാരി വരുന്നു. അപ്പോൾ അജിത വന്നിട്ട് പറഞ്ഞു, സാറേ എൻ്റെ ഒരു ഫണ്ട് വിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ അജിത എൻ്റെ ഡ്രീമിലുള്ള വിപ്ലവകാരി എന്ന് പറഞ്ഞ് ചിലപ്പോൾ ആ ഫണ്ട് കൂടുതൽ കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല. അതിനുശേഷമാണ് അജിതയുടെ അടുത്ത് ഞാൻ പറയുകയും ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നി ഒരു നക്സൽബാരി ഒരു നല്ലൊരു സംവിധാനമാണ്. അങ്ങനെ ആര്യ സെൻട്രൽ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ വെച്ച് തന്നെ പുറത്താക്കി, 6ാം ക്ലാസ്സിൽ പോപ്പൈ സ്കൂളിൽ നിന്ന് പുറത്താക്കി,
7ാം ക്ലാസ്സിൽ നടന്നിട്ട് പുറത്താക്കുന്ന ഒരു സ്റ്റേജിലാണ് ഞാൻ മന്ന മെമ്മോറിയൽ സ്കൂളിലേക്ക് എനിക്ക് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായി. അവിടെ മിക്കവാറും കൂടുതൽ സമയവും പുറത്ത് തന്നെ ആയിരുന്നു. പക്ഷേ അതെല്ലാം പഠിക്കുന്നതുകൊണ്ട് അതിനകത്തൊക്കെ നിൽക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിബൽ ചിന്താഗതി അന്ന് മനസ്സിലുണ്ടായി. പക്ഷേ അതൊരു ശരിയായിട്ടുള്ള രീതിയായിരുന്നില്ല സായുധ വിപ്ലവം എന്നൊക്കെയാണ് പിന്നീട് മനസ്സിലായത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ചന്ദ്രശേഖരൻ നായർ, സായിക്ക് അറിയാമല്ലോ, ഹിന്ദി മാഷ്. ചന്ദ്രശേഖരൻ നായർ ഞങ്ങളെപ്പോലുള്ള കുറച്ച് തീവ്രവാദികളെ വിളിച്ചിരുത്തിയിട്ട് ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഇവിടെ കണ്ട് കാണുന്ന കേരള ശബ്ദത്തിനകത്ത് ആൾ ദൈവങ്ങളെ പറ്റി പറയുന്നതൊക്കെ വന്നു. അപ്പം അങ്ങനെ അതിനെപ്പറ്റി ഒരു 5.5 കൊല്ലം നിരീശ്വരവാദി മാത്രമല്ല, ഭയങ്കരമായിട്ടൊരു റാഷണലിസ്റ്റാണ്. ബൈക്കിൽ കയറി തലയും കുത്തി താഴെ വീണ് 8 മാസം കിടന്നപ്പം പിന്നെ ഈശ്വര വിശ്വാസിയായി. അതിനുശേഷം എൻ്റെ കൂടെ കാലൊടിഞ്ഞ വിനു അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതിൻ്റെ ഒരു റാഷണലിസവും ദൈവവിശ്വാസത്തിൻ്റെയും ഒരു സങ്കരവിദ്യയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ജീവിതത്തിൽ മനസ്സിലായ ഒരു കാര്യം, വി കനോട്ട് ഫൈറ്റ് ദിസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. എൻ്റെ അച്ഛൻ 1982 അദ്ദേഹത്തിൻ്റെ ഒത്തിരി, ഞാൻ പ്രിഫേസിൽ തന്നെ പറയുന്നുണ്ട്, നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. എന്നാൽ അതിനെപ്പറ്റി അദ്ദേഹത്തിനെ പറ്റി വിമർശിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുമുണ്ട്. തിരുവനന്തപുരത്ത് ഏറ്റവും മികച്ച ബിൽഡിംഗ്, ഏറ്റവും വലിയ ബിൽഡിംഗ് 1982 നീലം സഞ്ജീവ റെഡ്ഡി തറക്കല്ലിട്ട കോബാങ്ക് ടവേഴ്സ് കേരളത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിരുന്നു. 14 നില, സെൻട്രൽ AC, എസ്കലേറ്റർ, താഴെ ഷോപ്പിംഗ് കോംപ്ലക്സ്. മഹേഷ് സാർ അത് ചെയ്തതാണ്. സിംഗപ്പൂരിലെ ഒരു ബിൽഡിംഗ് കണ്ടിട്ട് ചെയ്തതാണ്. 11 മാസം അദ്ദേഹം ധനകാര്യ മന്ത്രിയായിട്ടിരുന്നുള്ളൂ. 8 മാസം കൊണ്ട് നെടുമുടി പള്ളാത്തുരുത്തി 2 പാലങ്ങൾ അദ്ദേഹം പൂർത്തീകരിച്ചു. അപ്പോൾ ഇത് എനിക്ക് മനസ്സിലായത്, ദിസ് ദ പവർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അറ്റ് ദ സെയിം ടൈം ഈ സഹകരണ പ്രസ്ഥാനത്തിനെ വലുതാക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടുത്തെ ബ്ലേഡ് കമ്പനികൾക്കെതിരായിട്ട്, അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ PA ആയിരുന്ന ദേവദത്ത് ജി പുറക്കാട്, ദത്തൻ ചേട്ടൻ എൻ്റെ വലിയൊരു അടുത്താണ്. ദത്തൻ ചേട്ടൻ പറഞ്ഞു, ഈ പ്രസിഡൻറ്റിന് ബുദ്ധിയില്ല, 87 ഇലക്ഷൻ വരാൻ പോവുക, അവർ പെട്ടികളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, ഇതുവെല്ലാം വാങ്ങിച്ചു വെച്ച് ഈ സഹകരണ പ്രസ്ഥാനത്തിനെ ഉണ്ടാക്കാൻ പോകാതെ ഇതുവെല്ലാം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ഷൻ വരുന്നുണ്ടെ പൈസയ്ക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം സെയിൽ ടാക്സിനും മറ്റുമൊക്കെ റെയ്ഡുണ്ടായി. സെയിൽ ടാക്സുകാരുടെ റെയ്ഡുണ്ടായി. ഏലപ്പാറയിൽ ഒരു എസ്റ്റേറ്റിൽ ഒരു ദിവസം മൊത്തമാണ് സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കി. എന്തായാലും എസ്റ്റാബ്ലിഷ്മെൻറ്റിന് പൊരുതി. അപ്പം ഞാൻ ആ സമയത്ത് KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റാണ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അപ്പോൾ 87 ഇലക്ഷന് എനിക്ക് വരയ്ക്കാനറിയാം എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ചെറുതായിട്ട് വരയ്ക്കുമെന്നുള്ളത് കൊണ്ട്, ഈ പോസ്റ്ററിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ 1977 ഇലക്ഷന് പശുവും കിടാവിനെയൊക്കെ വരയ്ക്കും. കാരണം എന്ന് വെച്ചാൽ പശുവും കിടാവിനെ ഒരുമാതിരിപ്പെട്ടവരൊക്കെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പശുവാന്നോ കാളയാന്നോ എരുമയാന്നോ എന്ന് അറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ അന്ന് തൊട്ടേ ഇങ്ങനെ ഭിത്തി പോയി വരയ്ക്കുമായിരുന്നു. വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് പിന്നെ എനിക്ക് ഒരു പൊളിറ്റിക്കലായിട്ട് അലൈൻ ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. ഇന്ന് എനിക്ക് താല്പര്യമുള്ള പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്. കാരണം വെച്ചാൽ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ 51 വെട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു പാർട്ടി എന്നുള്ള നിലയിലും, പിന്നെ ആവശ്യമില്ലാത്ത വർണ്ണവെറിയൊന്നും ഇല്ലാത്ത പാർട്ടി എന്നുള്ള നിലയിൽ എനിക്ക് അങ്ങനെ ഒരു ഐഡിയോളജിക്കൽ അലൈൻമെൻറ്റ് ഉണ്ടെങ്കിലും അങ്ങനെ പാർട്ടിയിലൊന്നും പ്രവർത്തിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതിനുശേഷം ഞാൻ ഈ തൊട്ടപ്പുറത്തുള്ള സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് 4 കൊല്ലം സർവേയിൽ നടന്നിട്ട് വിജയനുമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. 4 കൊല്ലം ഒരേ സമരമായിരുന്നു. എൻ്റെ കാറിൻ്റെ ചില്ല് അടിച്ചു പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇൻ്റലിജൻസുകാർ വന്നിട്ട് പറഞ്ഞു, സാറിനെ കയ്യേറ്റം ചെയ്യും, രാത്രിയിലെങ്ങും ഇവിടെ ഇരിക്കരുത്, എന്നാൽ റോഡിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത്, അവർ ചിലപ്പോൾ ആസിഡ് ബൾബൊക്കെ എറിയുമെന്നൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് വൈകുന്നേരം 5 മണിക്ക് ശേഷം ഇവിടെ ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, വെറുതെ ചുമ്മാ നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്ത് നമ്മുടെ ജീവിതവും പോവും. ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ഫൈറ്റ് ചെയ്താൽ 4 കൊല്ലം എഞ്ചിനീയറിംഗിൽ ഒരു സബ്ജക്റ്റ് പോലും സാറേ സത്യം പറഞ്ഞാൽ 2 ആഴ്ചക്കുള്ളിൽ പഠിച്ചിട്ടില്ല. 4 കൊല്ലം സർവേ പഠിച്ച് ഒരു സർവേ മാനുവൽ തന്നെ, എൻ്റെ ആദ്യത്തെ ബുക്ക് അതാണ്, സർവേ മാനുവൽ തന്നെ എഴുതി. അപ്പോൾ അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു ഓപ്പറേഷൻ അനന്ത. തിരുവനന്തപുരത്ത് എത്രയോ കാലമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ആ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് അത് മാറ്റാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്നേരം ഉമ്മൻചാണ്ടി സർക്കാരും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറും അതുപോലെ തന്നെ GG തോമസ് സാറും ആവശ്യമുള്ള സപ്പോർട്ടും ഒക്കെ തന്നു. ഇന്ന് മാറ്റങ്ങൾ തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഈ അടുത്ത ദിവസം എന്നെ മേയർ വിളിച്ചു, മിസ്റ്റർ രാജേഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇലക്ഷൻ കഴിയട്ടെ എന്ന് വിചാരിച്ചു ഇരിക്കുകയായിരുന്നു. നമുക്ക് ആദ്യമായിട്ടാണ് ഒരു പൊളിറ്റീഷ്യൻ ചോദിക്കുന്നത്, ഈ ആമേഴഞ്ചാം തോടിലുള്ള ഈ അമേദ്യം ഒന്ന് വൃത്തിയായിട്ട് ഒരു നല്ല തോടായിട്ട് നമുക്ക് ഒഴുക്കാൻ എന്താ മാർഗം? അന്ന് സാറ് കാണുന്നുണ്ട്, ഞങ്ങളിപ്പോൾ ഓപ്പറേഷൻ അനന്തയുടെ ആ ടീമിനെയൊക്കെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു,
1 ഇഞ്ച് പോലും സ്ഥലം നമ്മൾ അക്യൂർ ചെയ്യണ്ട. ആ തോടിൻ്റെ അടിയിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു പൈപ്പ് ഇടുക, അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുക, അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്ലാബും കൂടി ഇടുക. അപ്പോൾ ആളുകൾക്ക് ഒരു 5-6 കിലോമീറ്റർ കിട്ടും. ഹോട്ടലിൽ നിന്നും അതിൽ നിന്നും ഒക്കെ ഉള്ളത് ചെയ്യാൻ പറ്റും. അപ്പം നിസ്സാര സൊല്യൂഷൻ. അതിന് പകരം ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ റോഡിൽ കൂടെ, മെയിൻ റോഡിൽ കൂടെ വെട്ടിക്കുഴിച്ച് നശിപ്പിച്ച്, അതായത് വഷളാക്കണം. അതായത് നമുക്ക് എത്രത്തോളം ബില്ല് കൂട്ടാൻ പറ്റുമോ അത് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പാർട്ടിൽ ഞാനൊരു കാര്യം പറയുന്നുണ്ട്. ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, പ്രത്യേകിച്ച് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട. ബ്രിട്ടീഷ് ഭരണഘടന എന്ന പുസ്തകത്തിൽ 1771 രാഷ്ട്രീയ നിരീക്ഷകനായ ജോൺ ലൂയി ഡി ഹോം പറയുന്ന പ്രസിദ്ധ വാചകമുണ്ട്: ദി ബ്രിട്ടീഷ് പാർലമെൻറ്റ് ക്യാൻ ഡു എനിത്തിങ് എക്സെപ്റ്റ് മേക്ക് എ മാൻ എ വുമൻ ആൻഡ് വുമൻ എ മാൻ. എന്തും ചെയ്യാൻ പറ്റും. ഒരു പാർലമെൻറ്റ് വിചാരിച്ചാൽ എന്തും ജനനന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്യത്തില്ല. ഞാൻ വിചാരിച്ചാൽ പുലിയെ പിടിക്കും, പക്ഷെ ജീവൻ പോയാലും ഞാൻ വിചാരിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതും ഒരു കാരണവശാലും നമ്മൾ വിചാരിക്കത്തില്ല. നമ്മളിത് എങ്ങനെ നമുക്കിതിനകത്തിരുന്നുകൊണ്ട് ഇതുണ്ടാക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നത് നമ്മുടെ ബേസിക് റിക്വയർമെൻറ്റ്സ്. അസർ സർവേ ഇന്നലെ മനോരമ തുടങ്ങിയിട്ടുണ്ട്. അസർ സർവേയിലാണെന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് 1 തൊട്ട് 9 വരെ എഴുതാൻ അറിയത്തില്ല. 10 തൊട്ട് 99 വരെ എഴുതാൻ അറിയാത്ത 32% പിള്ളേരുണ്ട്. NRHM ഡയറക്ടറായിരുന്ന സമയത്ത് വിമൻസ് കോളേജിൽ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അറിയുകയാണ്, നമ്മുടെ വിമൻസ് കോളേജ് പോലെ തിരുവനന്തപുരം സിറ്റിയിലുള്ള പെൺകുട്ടികളിൽ ഏതാണ്ട് 40-45% പെൺപിള്ളേരും, അത് എൻ്റെ ഫോണിനകത്ത് 40-45% പെൺകുട്ടികളും അനീമിക്കാണ്. അനീമിക്കായിട്ടുള്ളൊരു പെൺകുട്ടി എങ്ങനെയാണ് നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകുന്നത്? അനീമിക്കായിട്ടുള്ള ഒരു പെൺകുട്ടി. അപ്പം ടീനേജ് ആയിട്ടുള്ള കുട്ടിയുടെ ആരോഗ്യം, അംഗൻവാടി, ഒരു ചൈന ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഞാൻ ചൈനയിൽ പോയി കണ്ടിട്ടുള്ളതാണ്. അവർ ഇൻവെസ്റ്റ് ചെയ്ത കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 75 മാത്രമാണ് അംഗൻവാടി സ്കീം വരുന്നത്. IITയും IIM ഒക്കെ അതിന് മുമ്പ് വന്നെങ്കിലും ഇന്നും അംഗൻവാടി എന്ന് പറയുന്നത് ഈ കോഴിക്കും കാലിക്കും ഒക്കെ തീറ്റ കൊടുക്കുന്ന പോലുള്ളൊരു സ്ഥാപനമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യത്തെ 1000 ദിവസങ്ങൾ അപ്പം അങ്ങനെയുള്ള ഒന്നും പ്രയോറിറ്റീസ് ഒന്നുമില്ല. ഇവിടുത്തെ വികസനം എന്ന് പറയുന്നത് കുറച്ചധികം റോഡുകൾ, തോടുകൾ, 4 എയർപോർട്ടുള്ളപ്പോൾ 5ാമത്തെ എയർപോർട്ട്, ഇതെല്ലാമാണ് വികസനം എന്ന് പറഞ്ഞ് ഒരു നറേറ്റീവാണ് വരുന്നത്. ഒരു ജനതയാണ്. നന്ദൻ നീലക്കേനിയുടെ ഇമാജിനിങ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ജനതയെ ശാക്തീകരിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ അവസാനം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഡോണ്ട് ഗിവ് ദം ഫിഷ്, എൻകറേജ് ദം ടു ക്യാച്ച് ഫിഷ് ഓർ സ്കിൽ ദം ടു ക്യാച്ച് ഫിഷ്. മീൻ പിടിക്കുക എന്നുള്ളതല്ല, മീൻ പിടിക്കാൻ അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, സുപ്രീം കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ആഹാരം കൊടുക്കുന്നു, സൈക്കിൾ കൊടുക്കുന്നു, എല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേർ ഇസ് ദ ഇൻസെൻറ്റീവ് ഫോർ ജോബ്? എനിക്ക് വിശപ്പുണ്ടെങ്കിൽ മാത്രമേ, എൻ്റെ മക്കൾ വിശക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ജോലിക്ക് വെളിയിൽ ഇറങ്ങിപ്പോയിട്ടാണെന്നുണ്ടെങ്കിൽ അന്നത്തേക്കുള്ള അന്നത്തിന്. ഗവൺമെൻറ്റിൻ്റെ ജോലി എന്താ? അങ്ങനെ ജോലിക്ക് ഇറങ്ങിപ്പോകുന്ന ആൾക്ക് മിനിമം വേജസ് ആയിട്ടുള്ള 700 രൂപ 800 രൂപ കൊടുക്കണമെന്ന്. ഇന്ന് ഉത്തരേന്ത്യയിൽ അതാണോ സ്ഥിതി? 150 രൂപ 200 രൂപയ്ക്ക് ആണെന്നുണ്ടെങ്കിലാണ് ആളുകൾ ജോലി ചെയ്യുന്നത്. ആ മിനിമം വേജസ് കൊടുക്കുക എന്നുള്ളതല്ല. അപ്പം അങ്ങനെ എല്ലാം കൊടുത്തിട്ട് തമിഴ്നാട്ടിലെ പോലെ ഇനിയും കൊടുക്കണം, ഇനിയും എല്ലാവർക്കും കൊടുക്കണം. ഇപ്പം 42 ലക്ഷം പേർക്ക് പെൻഷനുണ്ട്, 62 ലക്ഷം പേർക്കായി. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ഞാൻ പേര് പറയുന്നില്ല, ആ ആൾ പോയി, ഞാൻ സാമൂഹ്യനീതി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനൊരു 10 പേരുടെ ലിസ്റ്റ് തരാം ഈ പെൻഷൻ വാങ്ങിക്കുന്നത്, ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. പ്രിയ ഏതാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. പ്രിയ പോയി നോക്കിയിട്ട് പറഞ്ഞു, BSSCയിലെ ഒരു സീനിയർ സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിൽ 2 നില വീടും 2 കാറും വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇതെല്ലാം ഇട്ടേക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ 1600 രൂപ കൊടുക്കുന്നുണ്ട്. ചുമ്മാ അത് പെൻഷൻ കൊടുക്കുക. കരിമടം കോളനിയെ പറ്റി എഴുതിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൻ്റെ എഫിഷ്യൻസി അറിയണമെന്നുണ്ടെങ്കിൽ ഈ പ്രശാന്ത്, ഞാൻ ഒരു 7-8 മണിയൊക്കെ കഴിഞ്ഞ് അപ്പോഴും ഇരിക്കുന്ന വ്യക്തിയാണ് പ്രശാന്ത് അവിടെ. അങ്ങനെ വളരെ ചുരുക്കം. അതുകൊണ്ടാണ് എനിക്ക് ഇയാളുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിട്ടുള്ളത്. ഈ സെക്രട്ടേറിയറ്റിൻ്റെ എഫിഷ്യൻസി അറിയണമെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ചെങ്കൽച്ചൂള മാറ്റാൻ പറ്റിയിട്ടുണ്ടോ? ചെങ്കൽച്ചൂള ഒന്ന് മാറ്റാനായിട്ട് ഇവരെ പറ്റിയിട്ടുണ്ടോ? ഇപ്പം മുസോറിയിലുണ്ട്, നമ്മളെല്ലാം മുസോറി പോയിട്ടുള്ള. മുസോറി ലൈബ്രറി ജംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി അപ്പുറത്തോട്ട് പോകത്തില്ല. ഇന്ത്യ എങ്ങനെ ഭരിക്കണമെന്ന് പഠിപ്പിക്കുന്ന IAS-കാരെയും IPS-കാരെയും പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. വണ്ടി അപ്പുറത്തോട്ട് പോകത്തില്ല. അതിൻ്റെ അടിയിൽ കൂടെ ഒരു ചെറിയ ടണൽ കൊടുത്ത് അപ്പുറത്ത് പോകും. അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റിൽ രാവിലെ, സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇതിനകത്തിരിപ്പുണ്ട് എന്നോട് വർക്ക് ചെയ്തിട്ട്. സെക്രട്ടേറിയറ്റിൽ രാവിലെ കയറി കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ ഫ്രണ്ടിലുള്ള പുൽത്തകടിയുടെ താഴെ 2 നില കാർ പാർക്കിംഗ് ഉണ്ടാക്കി
അവിടുന്ന് നേരെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിപ്പോകാവുന്ന ഒരു സ്കീം കൊടുത്തതാണ്. വേറൊരു സ്കീമും കൊടുത്തത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള സ്കീമാണ്. എന്നാലും അവിടെ സമരമാണ്, അത് കഴിഞ്ഞ് ബസ് പോകത്തില്ല. അപ്പോൾ ഒരു ഫ്ലൈ ഓവർ വെച്ച് കഴിഞ്ഞാൽ ബസ് അതിൻ്റെ മേളിൽ കൂടെ പോകും, താഴെ നിന്ന് സമരം ചെയ്യുകയും ചെയ്യാം. ഒരു മഴ കൊള്ളത്തില്ല, നമുക്ക് ഐഡിയാസിൻ്റെ ഒരു പഞ്ഞമില്ല. അപ്പം താഴെ നിന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് പൈസ ഉണ്ടാക്കാം. എയർ കണ്ടീഷനിൽ നിന്ന് സമരം ചെയ്യുന്നവർക്ക് ഈ ചാർജ്, ബാത്ത് അറ്റാച്ച്ഡായിട്ട് നിന്ന് സമരം ചെയ്യുന്നവർക്ക് ഈ ചാർജ്, ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. പൈസ ഉണ്ടാക്കണം. കാരണം വെച്ചാൽ ഗവൺമെൻറ് ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുണ്ട്. പക്ഷേ സൗജന്യമാക്കേണ്ട കാര്യങ്ങളുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഇപ്പം കോൺഗ്രസിൻ്റെ ഇതിൽ വന്നേക്കുന്നത് സൗജന്യമാക്കുക എന്നുള്ളതല്ല, വളരെ അഫോർഡബിളാണ്. തിരുവനന്തപുരത്ത് ബസ് തുടങ്ങുമ്പോൾ 10 രൂപ എന്നുള്ളത് ഞങ്ങൾ 5 രൂപ ആയിട്ട് ധനകാര്യ വകുപ്പ് എതിർത്തുകൊണ്ടാണ്. അതിൽ ആ ബസ്സിൽ ഒരു പെൺകുട്ടി ഞാൻ കണ്ടതാണ്. ഒരു പെൺകുട്ടി ഹെൽമെറ്റ് കൈ പിടിച്ചുകൊണ്ട് ബസ്സിൽ കയറുന്നു. എന്നുവെച്ചാൽ ആ ബൈക്കിനേക്കാളും എനിക്ക് എക്കണോമിക്കലാണ് പബ്ലിക് ട്രാൻസ്പോർട്ട്. ഈ ബുക്കിനകത്ത് പൊതുഗതാഗതമെന്ന് ഇന്ത്യയിൽ ഒരാൾക്ക് പോലും ഒരു ഭരണാധികാരിക്കും അറിയത്തില്ല. അതുകൊണ്ട് എന്താണ് പൊതുഗതാഗതം എന്നുള്ള ഒരു ചാപ്റ്റർ പേജ് നമ്പർ 243 പേജിൽ പൊതുഗതാഗതം എന്ന് പറയുന്നത് ആദ്യം വേണ്ടത് നടപ്പാത ഉണ്ടാക്കുകയാണ്. വിമൻസ് കോളേജിൻ്റെ അവിടെ കവേർഡായിട്ടുള്ള സുധീർ സിംഗപ്പൂരിൽ പോയിട്ടില്ലേ, നമ്മൾ കൊറിയ വെച്ച് കണ്ടിട്ടില്ലേ, അവിടുത്തെ ശ്മശാനം പോലും എങ്ങനെയാണുള്ളത്. നടപ്പാത കവർ ചെയ്ത് ദുബൈ മാളിലേക്ക് പോകുന്ന മെട്രോ ലൈൻ എന്ന് പറയുന്ന നടപ്പാത 820 മീറ്ററാണ്, എയർ കണ്ടീഷൻഡാണ്. അപ്പം ഈ റോഡിൽ എയർ കണ്ടീഷൻഡായിട്ടൊരു നടപ്പാത ഉണ്ടാക്കിയാൽ പോലും കുഴപ്പമില്ല. പക്ഷെ ഞാനും കാർത്തികനും വെങ്കടേശ്വരയും കൂടെ രാത്രി ഈസ്റ്റ് ഫോർട്ടിൽ പോയിട്ട് അവിടെ നടപ്പാത കയ്യേറിയവരെയൊക്കെ ഒഴിപ്പിക്കും. അങ്ങനെ ഒരു ലോട്ടറിക്കാരെ കാണുന്നത്, ഞാൻ ലോട്ടറി ഡയറക്ടർ ആയതുകൊണ്ട് ഇതായിരിക്കുന്ന ലോട്ടറിയുടെ ആൾക്കാർക്ക് ഇരിപ്പുണ്ട്. ലോട്ടറിക്കാരെ കാണുന്നുണ്ട്, ഒരു സോഫ്റ്റ് കോർണർ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ ഇത്രയുള്ളൊരു പെട്ടി ലോട്ടറിക്കാരൻ്റെ ഞാൻ പറഞ്ഞെടുത്ത് തകർക്കണ്ട, കൊണ്ടുവന്ന് താലൂക്ക് ഓഫീസിൽ വെക്കുന്നു. പിറ്റേ ദിവസം അയാൾ എന്നെ കാണാൻ വന്നു, സാറേ അത് തിരിച്ചു തരണം. ഞാൻ ചോദിച്ചത് അതിനെന്തൊട്ട് ഇങ്ങനെ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ്. സാറേ ഞാൻ 25,000 രൂപ കൊടുത്തിട്ടാണ്. ഞാൻ ചോദിച്ചു ആരെ, കൗൺസിലർക്കാണെന്നോ? അല്ല, അപ്പുറത്തെ അനധികൃതമായിട്ട് കടയിൽ വെച്ചിരിക്കുന്നവനാണ് 25,000 രൂപ കൊടുത്തിട്ട് ഇയാൾ ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത്. കുറച്ചധികം ആൾക്കാർ, നിങ്ങൾ മനസ്സിലാക്കുക, ഈസ്റ്റ് ഫോർട്ടിനകത്തിരിക്കുന്ന ആ സാധനങ്ങളെല്ലാം 2 or 3 മുതലാളിമാരാണ്. എന്തിന് ഗണപതി കോവിലിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന തേങ്ങ വയ്ക്കുന്ന സ്ത്രീകൾക്കെല്ലാം കൊടുത്തിരിക്കുന്ന 1 or 2 തേങ്ങാക്കാരാണ്. ഇറ്റ്സ് ആൻ ഓർഗനൈസ്ഡ് ഗ്യാങ്. ഇങ്ങനെ ഒരു 100 കഥകൾ നമുക്ക് ഇതിനകത്ത് പറയാനായിട്ടുണ്ട്. സൗജന്യമാക്കുക എന്ന് പറയുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. സൗജന്യമാക്കണമെന്ന് പറയുന്നത് നേരത്തെ പ്രശാന്ത് വളരെ കറക്റ്റ്. ഞാൻ ഈ പുസ്തകത്തിനകത്തും പറഞ്ഞു, നമ്പർ 1 എന്നൊന്നും പറയേണ്ട കാര്യമില്ല. 30% ആൾക്കാർ നമ്മുടെ സർക്കാർ ആശുപത്രി വരുന്നുള്ളൂ. ബാക്കി 70% പ്രൈവറ്റ് ആശുപത്രി പോയി. ഇപ്പം പ്രസവത്തിനാണെന്നുണ്ടെങ്കിൽ ഏത് പാക്കേജ് വേണമെന്നാണ് ചോദിക്കുന്നത്. 50,000 രൂപ തൊട്ട് 3 ലക്ഷം രൂപ വരെയുള്ള പാക്കേജ് ഉണ്ട്. ഏത് പാക്കേജ് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് കുഞ്ഞിനൊരു കുഴപ്പം പറ്റിയില്ലെങ്കിൽ നമ്മുടെ നമ്പർ 1 IMR ഞങ്ങൾ കുറച്ചു. ആരോടെ ഈ നറേറ്റീവ് പറയുന്നത്? ഇത് വിശ്വസിക്കുന്ന കിണറ്റിലെ തവളകളായിട്ടുള്ള കുറച്ച് ആൾക്കാർ, അടിമകൾ ഇവിടെ കിടപ്പുണ്ട്. അവരിത് നമ്പർ 1 ആണെന്ന് വിശ്വസിക്കും. വിവരമുള്ളവരാരും വിശ്വസിക്കത്തില്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് പറയാൻ പറ്റും, ഈ സദസ്സിൽ വന്നിട്ടുള്ള ആൾക്കാർ വിശ്വസിക്കത്തില്ല. കാര്യം ചിന്തിക്കുകയും അതുപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ലോകം കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഇവിടുത്തെ വികസനം എന്ന് പറയുന്നത്, ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരനെയും വിമർശിച്ചിട്ടില്ല, ഒരു ഉദ്യോഗസ്ഥൻ്റെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാനൊരു ക്ലൂ തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിവിടുത്തെ ചാനലുകാരും പത്രക്കാരും ഒക്കെ ഇരിപ്പുണ്ട്. അവർ വേണമെന്നുണ്ടെങ്കിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ആരും പറയുന്ന പോലെ കടങ്കഥകളും ഇതൊന്നുമല്ല, ഇതൊക്കെ അവിടെ കിടപ്പുണ്ട്. നമ്മൾ ഒഴിഞ്ഞു മാറിയാൽ പോലും ഈ PWDയിലെ കേസ് വളരെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒഴിഞ്ഞു മാറിയാൽ പോലും നമ്മൾ ഇവിടുത്തെ ധനകാര്യ സെക്രട്ടറി PWD സെക്രട്ടറി സ്പെസിഫിക് റിമാർക്സ്. ഞാൻ പറഞ്ഞു സാർ ഓണമാണ് സാർ, അതുകൊണ്ടാണ് ഞാൻ മറ്റേതാണ് സാർ എന്ന് പറയും. അവസാനം തുടരെ റിമൈൻഡർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇനിയും ഇതിനു വേണ്ടി അഴിമതിക്ക് കൂട്ടു നിന്നെന്നും പറഞ്ഞുകൊണ്ട് അവരാരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഞാനൊരു റിപ്പോർട്ട് എടുക്കാനായിട്ട് ആ സ്റ്റൈൽ പ്ലസിൻ്റെ അപ്പുറത്തുള്ള അവിടെ പോയി ഫയലും മറിച്ചു നോക്കി 4-5 പേജ് ഫോട്ടോസ്റ്റാറ്റ് എടുത്തേ ഉള്ളൂ. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അടുത്ത ആഴ്ച പറഞ്ഞ് നല്ല ജോലിയാണ്, സാമൂഹ്യനീതി വകുപ്പിൽ പോയിരുന്നാൽ മതി, ഇനിയും തൊട്ട് താൻ സാമൂഹ്യനീതി നോക്കിയിരുന്നാൽ മതി എന്ന് പറഞ്ഞ് അന്നേരം തന്നെ മാറ്റി. ഇത് ഒരാളുടെ വ്യക്തിയോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താനോ PWD മന്ത്രി ഒന്നുമല്ല, ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടവർക്ക് ഏത് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ളത് അറിയാം. അതിനകത്ത് മുഖ്യമന്ത്രിമാർ പോലും ഇവിടെ നിസ്സഹായരായിട്ടുള്ളൊരു സ്ഥിതിയാണ്. പക്ഷെ നമ്മൾ ഡിമാൻഡ് ചെയ്യണം. ഇവിടുത്തെ ഈ 70,000 കോടി രൂപയുടെ കിഫ്ബിയും അതുപോലുള്ള ലോൺ എടുക്കുമ്പോഴൊക്കെ തന്നെ കോംപ്രമൈസ് ചെയ്യുന്നത് എവിടാണ്? പരിശീലനം. ഞാൻ പറഞ്ഞല്ലോ, രാജ്മോഹൻ സാറിൻ്റെ HLL പരിശീലനമാണ് എന്നെ ഒരു പ്രൊഫഷണൽ ആക്കിയത്.
അധ്യാപകരും അതുപോലെ തന്നെ പുതുതായിട്ട് ജോലിയിൽ വരുന്നവർക്കും ഒക്കെ ആണെങ്കിൽ റിഗറസ് ആയിട്ട് പരിശീലനം കൊടുക്കണം. സിംഗപ്പൂരിലെ ഏറ്റവും നല്ല രീതിയിൽ ഒരു സിവിൽ സർവീസ് ഉണ്ടാക്കിയത് വിദേശത്ത് വിട്ടിട്ടാണ്. അപ്പം പരിശീലനം ആദ്യം തന്നെ കട്ട് ചെയ്തു. അംഗൻവാടി ടീച്ചർമാർക്കാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 7 കൊല്ലമായി 8 കൊല്ലമായിട്ട് പരിശീലനമേ ഇല്ല. അംഗൻവാടി നേരെ ചൊവ്വേ ഫുഡ് വാങ്ങിക്കാൻ പറ്റുന്നില്ല. പഞ്ചായത്തുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടില്ല. എന്നാൽ കിഫ്ബിയുടെ പൈസ കടമെടുപ്പ് കുറയ്ക്കുമോ? ഇല്ല. അത് നമുക്ക് നല്ല കോളുള്ള ഒരു കാര്യമാണ്. 70,000 കോടി രൂപ മുടക്കുകയാണെങ്കിൽ കിഫ്ബിക്ക് കുറച്ച് ക്വാളിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഉണ്ട്. മച്ച് ബെറ്റർ ദാൻ ദ PWD. അതിനകത്ത് 35,000 കോടി രൂപ എങ്കിലും ഞാൻ ഈ പറഞ്ഞതുപോലെ ചിലവായി പോവുകയല്ല, ചിലവായിൽ പോവുകയാണ്. അത് ചിലവായിലേക്കാണ് ഇത് പോകുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ഞങ്ങൾ പറയുന്ന ഒരു വാക്കാണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പർച്ചേസ്, ആ പർച്ചേസ് ചെയ്തിട്ടുള്ള AI ക്യാമറയെ പറ്റി പറഞ്ഞു. ഇതിനകത്തൊക്കെ കുറ്റം കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മർമാണ്ടിയുടെ കാര്യം പറഞ്ഞ പോലെ രാജശ്രീ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, നമ്മുടെ കോഴിക്കോട്ടെ ബസ് സ്റ്റാൻഡ്, അത് ഈ എഡിറ്റർ നിഷ്കരണം വെട്ടിക്കളഞ്ഞു. കോഴിക്കോട്ടെ കാര്യങ്ങൾ ചെറുതായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ 74 കോടി രൂപയുടെ ബിൽഡിങ്ങിന് 32 കോടി രൂപ മുടക്കി അതിന് ലോൺ എടുത്തിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം വന്നിട്ട് എതിർത്തു. ഇപ്പം നമ്മൾ ഈ സർവീസിലിരിക്കുമ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് പറയാതിരുന്നല്ല. സർവീസിലിരുന്ന് പ്രശാന്തിനെ പോലെ എനിക്ക് പറയേണ്ട കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ മനോരമ, മാതൃഭൂമി തുടങ്ങിയ എല്ലാ പത്രങ്ങളിലുള്ളതാണ് മണിയാർ പദ്ധതി ഗവൺമെൻറ് തിരിച്ചെടുക്കാൻ പോകുന്നത്. 2024 ഡിസംബർ 31 കാർബോറണ്ടത്തിൽ കൊടുത്തിട്ടുള്ള മണിയാർ പദ്ധതിയുടെ കാലാവധി 30 കൊല്ലം തീരുകയാണ്. ഡിസംബർ 31 തീരുന്നതിന് മുമ്പ് നവംബർ 7 ഞാൻ തിരിച്ചെടുക്കാൻ പോകാമെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തു. അത് വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ക്യാൻ, ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ പറ്റി പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുള്ളത് എഗ്രിമെൻ്റ് അനുസരിച്ചിട്ടുള്ളതാണ്, തിരിച്ചെടുക്കാനാണ് എൻ്റെ KSEB ചെയർമാൻ എന്നുള്ള നിലയിൽ എൻ്റെ മാൻഡേറ്റ്. യു ക്യാൻ ടേക്ക് എ ഡിസിഷൻ എഗൻസ്റ്റ് ദാറ്റ്. മന്ത്രിസഭയെ കൊണ്ടുവന്നിട്ടാണെന്നുണ്ട് ഒരു തീരുമാനം എടുക്കാം. ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. എന്താ തീരുമാനം എടുക്കാഞ്ഞത്? അതുപോലെ തന്നെ കോഴിക്കോട്ടെ ഇത് വരുന്നു. അങ്ങനെ എത്രയോ കേസുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ തുറന്ന് എഴുതാറുണ്ട്. എന്നിട്ട് പല കേസിലാണെന്നുണ്ടെങ്കിൽ ഇത് ആണ് പ്രശ്നം, ഇങ്ങനെ ചെയ്യണോ, ഫിനാൻസ് ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്നത് ചെയ്യണോ, അതല്ല നിങ്ങൾക്ക് വേറൊരു തീരുമാനം എടുക്കണോ, മറ്റേതെങ്കിലും ഓൾട്ടർനേറ്റ് മെഷേഴ്സ് എടുക്കണോ, 2 ഓപ്ഷനും ഇട്ടിട്ടു. അവർ ഏത് വേണമെങ്കിലും തീരുമാനം എടുത്തോട്ടെ. Because they have the mandate of people, let them take whatever the decision as per the mandate of people. I am not a person to oppose them. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പർച്ചേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, അപ്പോൾ സർവീസിലിരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പോകുന്ന യോഗങ്ങളിലും എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ അറിയാം, ഞങ്ങളെല്ലാം ഒരു ടീം വർക്കാണ്. ആ ടീം വർക്കിനകത്ത് നിന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ളത്. നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കണം, അങ്ങനെ നല്ല ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ സർവീസിലിരുന്നിട്ട് ഞാൻ പറയാതിരുന്നു എന്നുള്ളൊരു ചിന്താഗതി അതിനകത്ത് വേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് വിമർശനം 2-3 ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇനി ഏതെങ്കിലും പാർട്ടി എന്നെ എടുക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളെ അവിടെ കയറ്റി ഇരുത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കള്ളത്തരം കൂടെ പറയുമെന്നുള്ളത്. എനിക്ക് രാഷ്ട്രീയത്തിൽ പോകണമെന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ല. പോകാനായിരുന്നു ഇപ്പം കായംകുളത്ത് ഇതുപോലെ ഒരു നല്ല ഒരു വേവ് ഉണ്ടാകുമെന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് നിൽക്കാമായിരുന്നു. ഞാൻ സജസ്റ്റ് ചെയ്തു, ലിജുവിനാണെന്നുണ്ട് സീറ്റില്ല, ഞാൻ വന്ന് ക്യാമ്പയിൻ ചെയ്തോളാം. അതുപോലെ തന്നെ ശബരി എന്ന് പറയുന്ന എൻ്റെ അനിയനാണ്, അയക്കും വേണ്ടി വന്ന് ഞാൻ ക്യാമ്പയിൻ ചെയ്തോളാം. ഞാനിപ്പോൾ ഒരു പാർട്ടിയിലും ഒരു മെമ്പറായിട്ടും എടുത്തിട്ടില്ല. ഞാനിപ്പം പറഞ്ഞു എനിക്ക് കുറച്ച് സമയം വേണം. നിയാസ് അവിടെ ഇരിപ്പുണ്ട്, നിയാസിനെ ഞാൻ മെൻറ്റർ ചെയ്യുന്നുണ്ട്. നിയാസിൻ്റെ ഫാബ്രിക് ക്ലീൻ എന്ന് പറഞ്ഞ് ഇച്ചിരി പരസ്യം ആയിക്കോട്ടെ, നല്ല ഡ്രൈ ക്ലീനിങ് യൂണിറ്റാണ്, ഞാൻ മെൻറ്റർ ചെയ്യുന്ന യൂണിറ്റാണ്. അതുപോലുള്ള യൂണിറ്റ്സുകളെയൊക്കെ ആണെന്നുണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം 2 സ്റ്റാർട്ടപ്പ് പ്രിയയൊക്കെ കൂടെ വന്ന് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ സ്റ്റാർട്ടപ്പിൻ്റെ ചെയർമാനായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു എനർജി സെക്ടറിലുള്ള ഒരു സ്റ്റാർട്ടപ്പ്, അതിൻ്റെയും ഞാൻ ചെയർമാനാകാൻ പോകുന്നു. അങ്ങനെ ഒരു 10-100 സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ നല്ല കുറച്ച് അംഗൻവാടി, നല്ല ക്വാളിറ്റിയുള്ള സ്കൂളുകൾ, ഈ കാര്യത്തിന് വേണ്ടിയും കുട്ടികൾക്ക് നല്ല ക്ലാസ്സുകൾ, അവരെ ട്രാൻസ്ഫോർമേഷൻ. എൻ്റെ മക്കളെ എടുത്ത് ഞാൻ പറഞ്ഞത് 7ാം ക്ലാസ് വരെ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വയലിൻ പഠിക്കുക, നിങ്ങൾ ഓട്ടവും ചാട്ടവും അങ്ങനെ എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം ബാല്യകാലത്ത് പഠിക്കുക. ഒക്കെങ്കിൽ ഒരു 5 ഭാഷയെങ്കിലും പഠിക്കുക. ഭാഷ നമുക്ക് എപ്പോഴായാലും ആവശ്യമായിട്ടുള്ള കുറച്ച് മാത്സും ഇതൊക്കെ പഠിച്ചിരിക്കണം. അതല്ലാതെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഒരിടത്ത് പോലും ഒരു കളിക്കളം പോലും ഇല്ല. അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞാനും ഒരു ഡിഗ്രി എടുത്തിട്ട് ഒരു 2 കൊല്ലം ജോലി ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ത് വേണം എന്ന് തീരുമാനിക്കുക. കോളേജിലെ പിള്ളേർ
ഒരു ചിലവില്ലല്ലോ. ഹയർ എഡ്യൂക്കേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കോസ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമാണ്, നല്ല ഫീസ് ആക്കേണ്ടതാണ്. ചുമ്മാ അത് എല്ലാവരും കയറി അങ്ങ് പഠിക്കുകയാണ്, ചുമ്മാ പഠിച്ചുകൊണ്ടിരിക്കുക. ഡിഗ്രി കഴിയുക, ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ PG എടുക്കുക, അത് കഴിഞ്ഞിട്ട് JRF MRF എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പരീക്ഷ എഴുതുക, സെറ്റ് എഴുതുക, അത് കഴിഞ്ഞിട്ട് പോയി PhD എടുക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താകും? KSRTCയിലെ കണ്ടക്ടറാകും. അതിന് SLC മതി. അപ്പം ഒരു 10 കൊല്ലം മുമ്പേ KSRTC കണ്ടക്ടർ ആയി കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ശമ്പളവും കൂടും, സീനിയോറിറ്റിയും കിട്ടും. അപ്പോൾ ഇതൊന്നും ചെയ്യത്തില്ല. പിന്നെ ഈ നറേറ്റീവ് ദയവ് ചെയ്ത് വിശ്വസിക്കരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടുത്തെ ലോഡ് ഷെഡിങ്ങിൻ്റെ കാര്യം എടുക്കുക. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജ് ഡയറക്ടറായിട്ടിരുന്നാണ്. എൻ്റെ അടുത്ത് ട്രാൻസ്മിഷൻ ഡയറക്ടർ വന്നിട്ട് ചോദിക്കും, സാറേ ഇന്ന് വൈദ്യുതിയുടെ ഷോർട്ടേജ് ഉണ്ട്, എന്ത് ചെയ്യണം? ആരും അറിയാത്ത രീതിയിൽ നമുക്ക് ലോഡ് ഷെഡ് ചെയ്യാം. ഞാൻ എത്രയോ പ്രാവശ്യം ഈ വേനൽക്കാലത്തും അല്ലാതെയും ചെയ്തിട്ടുണ്ട്. ഈ 10 വർഷമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ളൊരു നറേറ്റീവാണ്. കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു നല്ല മിനിസ്റ്റർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ KSEBയിലെ എഞ്ചിനീയർമാരാണ് ഇതിനു വേണ്ടി. നിങ്ങൾ നോക്ക്, KSEBയിലെ എന്തുകൊണ്ടാണ് ഈ ലോഡ് ഷെഡിങ്? ലോഡ് ഷെഡിങ് എന്ന് പറയുന്നത് 2200 മെഗാവാട്ട് ഹൈഡൽ പ്രോജക്ട്സ് ഉണ്ട്. 2200 മെഗാവാട്ട് ഹൈഡൽ പ്രോജക്ട്സ് ഉണ്ട്. പക്ഷേ 24 മണിക്കൂറും 365 ദിവസവും വർക്ക് ചെയ്യുന്ന എത്ര ഹൈഡൽ പ്രോജക്ട്സ് ഉണ്ട്? ഇതെല്ലാം മഴ വരുന്നുണ്ട് പ്രവർത്തിക്കുന്നതാണ്. 72 മെഗാവാട്ട് മാത്രമേ വിൻഡ് എനർജി ഉള്ളൂ. ഒരു ബാറ്ററി സ്റ്റോറേജ്, അതായത് ഇപ്പം പകല് ലോകത്തെമ്പാടും ചില രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ വൈദ്യുതി എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഇൻസെൻറ്റീവ് അങ്ങോട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ പകൽ മൊത്തം സോളാർ ഭയങ്കര ജനറേഷനാണ്. 20 പൈസയ്ക്ക് വരെ കറണ്ട് ഉണ്ട്. ആ 20 പൈസയ്ക്ക് ഉണ്ട് ആ കറണ്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ബാറ്ററി സ്റ്റോറേജ് ഉണ്ടായില്ല. ആദ്യമായിട്ട് മൈലായിട്ടില്ല. ഞാൻ ആ ടെൻഡർ ഫൈനലൈസ് ചെയ്തിട്ടാണ്, 2 ടെൻഡർ ഫൈനലൈസ് ചെയ്തു. 500 മെഗാവാട്ട് ബാറ്ററി സ്റ്റോറേജ് വരുന്നു. 4 സബ്സ്റ്റേഷനായിട്ട് അനദർ 500 മെഗാവാട്ട് ബാറ്ററി സ്റ്റോറേജ് വരുന്നു. NTPC ആയിട്ടുള്ള കരാർ റദ്ദ് ചെയ്തപ്പോൾ അവിടുത്തെ യൂണിയൻസും പെൻഷനേഴ്സ് യൂണിയൻസും ഒക്കെ വന്ന് എതിർത്തെങ്കിലും NTPCയുടെ അടുത്ത് പറഞ്ഞു 2000 മെഗാവാട്ട് ബാറ്ററി സ്റ്റോറേജ്, അങ്ങനെ 3000 മെഗാവാട്ട് ബാറ്ററി സ്റ്റോറേജ് ഉണ്ട്. പംപ്ഡ് സ്റ്റോറേജ് ആയിട്ട് വാപ്കോസ് എന്ന് പറയുന്നൊരു കമ്പനിയെ 2017 കൃഷി വകുപ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരിവിടെ വന്നത് പംപ്ഡ് സ്റ്റോറേജ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതായത് താഴോട്ട് പകൽ സമയത്ത് താഴെ വരുന്ന വെള്ളം സ്റ്റോർ ചെയ്തിട്ട് ഈ പറയുന്ന 1 രൂപയ്ക്കും 2 രൂപ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് ആ ടർബൈൻ തന്നെ കറക്കി നേരെ തിരിച്ച് പമ്പ് ചെയ്യുകയും രാത്രിയാകുമ്പോൾ 8 രൂപ 10 രൂപയ്ക്ക് നമുക്ക് ജനറേറ്റ് ചെയ്യുന്നതാണ് പമ്പ്. ഒരു പംപ്ഡ് സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ടുണ്ടോ? തൊട്ടിയാറ് പദ്ധതി 2007 തുടങ്ങിയത്. എൻ്റെ അടുത്ത് കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ പറഞ്ഞു, ചെയർമാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ അതൊന്ന് കമ്മീഷൻ ചെയ്യണം. കഴിഞ്ഞ ഒക്ടോബർ 17 2024 ഒക്ടോബർ 17 കമ്മീഷൻ ചെയ്തു. ശരിയല്ലേ ജയകുമാരി ഉണ്ട്, രാധാകൃഷ്ണനുണ്ട്, ഇവരെല്ലാവരും എൻ്റെ അടുത്ത് പോകണം. അത് കഴിഞ്ഞ് പള്ളിവാസൽ എക്സ്റ്റൻഷൻ, അപ്പോൾ അത് കമ്മീഷൻ ചെയ്തു. പാരിസ്ഥിതികമായിട്ട് അതിരപ്പള്ളിയില്ല 163 മെഗാവാട്ട് നിസ്സാരമായിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്നും വേണ്ട. എൻ്റെ സീനിയറായിട്ട് പഠിച്ചിട്ടുള്ള സുരേഷാണ് കൽപ്പാക്കത്ത് ഇപ്പം നമ്മുടെ തോറിയം ഉപയോഗിച്ചിട്ട് ഉള്ള സ്റ്റേജ് 3-ലാണെന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ള റിയാക്ടേഴ്സും ഫാസ്റ്റ് ബീറ്റ് റിയാക്ടേഴ്സും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും തോറി ഇവിടെ കിടപ്പുണ്ട്. സമ്മതിക്കുമോ? കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ, എനിക്ക് വലിയ ബഹുമാനം. ഞാൻ അഗ്രികൾച്ചർ അദ്ദേഹത്തിൽ നിന്നാണ് പഠിച്ചത്. അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താനല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം എപ്പോഴും പറയുന്നുണ്ട്, ചവറയിൽ നിന്ന് ബൈക്കിൽ ഒരു ചാക്ക് കരിമണലും കൊണ്ട് വിശാഖപട്ടണത്ത് കൊണ്ടു കൊടുത്ത് 5000 തൊട്ട് 10000 രൂപ വരെ കിട്ടും. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഓയിലാണത്. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളെക്കാളും അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പലരുടെയും പേര് കരിമണൽ ചേർത്ത് വായിക്കുന്നുണ്ടല്ലോ. അവരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ അതിനെതിരായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? അത് മാത്രമായിട്ട് ലാൻഡ് അക്യൂർ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രയാസമുള്ള കാര്യമില്ല. വിഴിഞ്ഞത്ത് 98% സമയം ലാൻഡ് അക്യൂർ ചെയ്ത് ഞാനാണ്. ആ സമയത്ത് എൻ്റെ അടുത്ത് ഉമ്മൻചാണ്ടി സാറും ശ്രീ K. ബാബുവും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരാൾക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ചിട്ട് എത്ര കോമ്പൻസേഷൻ കൊടുത്താലും കുഴപ്പമില്ല. 27 ലക്ഷം രൂപയാണ് ചാളത്തടി കൊണ്ട് കിടക്കുന്ന ആൾ. അവരുടെ തൊഴിൽ പോയോ? അവരപ്പുറത്തെ കടലിലോട്ട് മാറി ചെയ്യുന്നുണ്ട്. പക്ഷേ അക്യൂർ ചെയ്യുന്നതിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്ത് ഗവൺമെൻറ് ഓർഡർ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആരോ അറിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെല്ലാം അവിടെ ഞണ്ട് പിടിക്കുന്ന, ആ പ്രദേശത്ത് ഞണ്ടയില്ല, ഞണ്ട് പിടിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ 1 കോടി രൂപ അന്നേരമായിരുന്നു അനുവദിച്ചു. രഘുവേട്ടന് അറിയാമല്ലോ. അപ്പം നമ്മൾ നല്ല കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം അക്യൂർ ചെയ്ത് എടുക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ അതും കൊടുക്കത്തില്ല. ഞങ്ങൾക്ക് അനധികൃതമായിട്ടുണ്ടാക്കണം എന്ന് പറയുന്നതാണ്. അപ്പം ലോഡ് ഷെഡിങ് കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ടായിട്ടുള്ളത് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. KSEBയിലെ നല്ല പ്രൊഫഷണലായിട്ടുള്ള എൻജിനീയേഴ്സാണ്. പുതിയ ഡാം കൊണ്ടുവരാനായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം
മെനക്കെടാൻ വയ്യ. അതിരപ്പള്ളി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കുറച്ച് പേര് അവിടുത്തെ റിസോർട്ട് മാഫിയാണ്, അവരാണ് അതിനെ എതിർക്കുന്നത്. അത് ഞങ്ങൾ 163 എന്ന് പറയാൻ കരുതുന്ന വെച്ചാൽ ഒരു 3 മെഗാവാട്ട് എക്സ്ട്രാ, ശരിയല്ലേ? 3 മെഗാവാട്ട് എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഉണ്ടാകും. ഇപ്പോൾ ഇല്ല വേനൽക്കാലത്ത്, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് പോലും ഈ വെള്ളം സ്റ്റോർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ആ വെള്ളച്ചാട്ടത്തിന് ഒരു കുഴപ്പവും വരത്തില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ വളരെ ടൂറിസവും കൂടെ ചേർത്തിട്ട് ഒരു നല്ലൊരു പ്രോജക്റ്റും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഫാസ്റ്റ് ബ്രീഡ് റിയാക്ടർ കേന്ദ്ര സെക്രട്ടറിമാർ എപ്പോഴും ചോദിക്കുകയാണ്, നിങ്ങളൊരു ആണവ നിലയം കൊണ്ട്, പാരീസിൻ്റെ നടുക്ക് ആണവ നിലയമുണ്ട്, ആണവ നിലയമാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ 40-45 കൊല്ലമായിട്ടുണ്ട്. ഇവിടുന്ന് പോവുകയാണ്, കൂടംകുളത്ത് ആണവ നിലയത്തിനെതിരായിട്ട് പോവുകയാണ്. പക്ഷേ അവിടുന്ന് 400 മെഗാവാട്ട് വാങ്ങിച്ചിട്ടാണ് ഇവിടെ തരുന്നത്. തമിഴ്നാട്ടിൽ ഇപ്രാവശ്യം 2000 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ളതിനകത്ത് 2000 മെഗാവാട്ടും കൂടെ കൂട്ടാൻ വേണം. തമിഴ്നാട് പറഞ്ഞു ഒരു കാരണവശാലും കേരളത്തിൽ നിന്ന് കൊടുക്കരുത്. കേരളത്തിൽ നിന്ന് ആളുകൾ ഇവിടെ വന്നിട്ടാണെന്നുണ്ട്, കേരളത്തിലെ പ്രശ്നമല്ല, കേരളത്തിൽ നിന്ന് ആളുകൾ ഇവിടെ വന്നിട്ട് ശല്യം ഉണ്ടാക്കിയതാണ്, ഒരു കാരണവശാലും കേരളത്തിന് കൊടുക്കരുതെന്ന് തമിഴ്നാട്ടുകാർ സെൻട്രൽ ഇലക്ട്രിസിറ്റി കമ്മീഷനിലും മറ്റുമാണെന്നുണ്ടെങ്കിൽ വാദിച്ചു. അതിന് കുഴപ്പമൊന്നുമില്ല. ചീമേനിയിൽ ഒരു 600 ഏക്കർ മാത്രം മതി, 600 ഏക്കറോ ഹെക്ടറോ മാത്രം മതി. ചീമേനിയിൽ ഒരു 1.5 കിലോമീറ്റർ റേഡിയസിലാണെന്നുണ്ടെങ്കിൽ ആളുകളെ ഒഴിപ്പിച്ച് അവിടെ ഒരു കൃഷി പോലും ഉണ്ടാകത്തില്ല. അതും അതിരപ്പള്ളിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്ഥലം കണ്ടു പ്രപ്പോസൽ കൊടുത്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്തും മന്ത്രിയുടെ അടുത്തൊക്കെ പറഞ്ഞു വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂ ആണ്, നമുക്കൊരു പൊളിറ്റിക്കൽ കോൺസെൻസസ് ഉണ്ടാക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഉണ്ടായില്ല. പുതുതായിട്ട് വരുന്ന സർക്കാരും ഇത് ചെയ്യണം. കുറച്ച് ആൾക്കാരെ അവിടുന്ന് മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ ആ 1.5 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ ഇഷ്ടം പോലെ സോളാർ പ്ലാന്റും കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എക്സ്ട്രാ ജനറേഷനാണ്. എന്നിട്ട് അതിന് പകരം എന്താണ്, ഗവൺമെൻറ്റിനെ കുറ്റം പറയുക, ട്രംപിനെ കുറ്റം പറയുക, എന്നിട്ട് വൈകിട്ടിരുന്ന് ഒരേ വീശാണ്. അപ്പോൾ ഇവിടെ ഒരു വികസനവും നടത്താനായിട്ട് ഇന്നലെ തന്നെ കണ്ടില്ലേ, ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തതെന്ന് പോലും അറിയത്തില്ല. ക്യാൻസർ പേഷ്യൻറ്റിനെ ആശുപത്രി കൊണ്ടുപോകാൻ പോലും സമ്മതിക്കത്തില്ല. ഇത് നമ്മളെപ്പോലുള്ള ഇതിനകത്ത് പറയുന്ന അതാണ്. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെയാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് എടുത്തിരിക്കുന്നത്. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതോർക്കുക, അവർ ലൈവ്സ് ബിഗിൻ ടു എൻഡ് ദ ഡേ വി ബിക്കം സൈലൻറ്റ് അബൌട്ട് തിങ്സ് ദാറ്റ് മാറ്റർ. ഇങ്ങനൊരു വേദിയിൽ നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ച് ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, നമ്മളെപ്പോലെ എനിക്ക് പാർട്ടിയൊന്നും ഉണ്ടാക്കാനുമില്ല, ഞാൻ എൻ്റെ ഫ്രണ്ടിലും കാണത്തില്ല, എനിക്ക് എൻ്റേതായിട്ടുള്ളതുണ്ട്. പക്ഷേ പ്രശാന്തിനെ പോലെ ഇൻറ്റേർണലായിട്ടുള്ള ഉദ്യോഗസ്ഥരും നമ്മളെപ്പോലുള്ള ചിന്തിക്കുന്ന ആൾക്കാരും നമുക്കെന്താണ് വേണ്ടത് എന്നുള്ളതിനെപ്പറ്റി തീർച്ചയായിട്ടും പറയാം. പ്രശാന്തിനെ വിളിച്ചത് 2 വാക്ക് പറയാൻ വേണ്ടിയായിരുന്നു. ലക്ഷ്മിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാനും പ്രശാന്തും കൂടെ ബാംഗ്ലൂർ ചെന്ന് ഇറങ്ങുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി, ആദിവാസി പെൺകുട്ടിയാണ്, അവൾ ഓടി വന്നിട്ട് ഇൻഡിഗോയുടെ ഡ്രസ്സ് ഇട്ടേക്കുക, ഇൻഡിഗോയുടെ ഗ്രൗണ്ട് സ്റ്റാഫാണ്, ഓടി വന്ന് പ്രശാന്തിൻ്റെ കാലെ തൊട്ട് വീഴുന്നു. ഉന്നതി എന്ന് പറയുന്നൊരു പദ്ധതിയിൽ ഒരു ആദിവാസി പെൺകുട്ടിയെ ഇംഗ്ലീഷും എല്ലാം പഠിപ്പിച്ച് സ്കില്ല് ചെയ്ത് അവളെ ഇൻഡിഗോ എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള കമ്പനിയിൽ ചെയ്യണം. ഇദ്ദേഹം ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരായിട്ട് അടിയുണ്ടാക്കി പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ഫുൾ ആനുകൂല്യവും ബാക്കിയെല്ലാം കിട്ടും. ഇതുപോലെ എത്രയോ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഈ പുറത്ത് നിൽക്കുന്നത്. ഇതൊന്നും പറയണം, പല പ്രാവശ്യവും അതൊന്നും ശരിയാകത്തില്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട്, മുഖത്ത് നോക്കി ഇതൊന്ന് പറയണമെന്നും കൂടെ വിചാരിച്ചിട്ടാണ് ഇദ്ദേഹത്തിനെ വിളിച്ചത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒത്തിരി ആൾക്കാർക്ക് ചെയ്യാനുണ്ട്. അശോക് കുമാർ കെംകെ പോലാണെന്നുണ്ടെങ്കിൽ 46 ട്രാൻസ്ഫർ വാങ്ങിച്ചു പോകാനുള്ളതല്ല നമ്മുടെ ജോലി. നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നേരെ സാർ അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ലോ, ഉള്ള കാര്യങ്ങൾ നമ്മൾ സൈലൻ്റായിട്ടിരുന്ന് പല കാര്യങ്ങളും ഇവിടെ ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒത്തിരി പേർക്ക് ഉണ്ട്. രവിചേട്ടൻ അറിയാമല്ലോ, നമ്മൾ എത്ര വീട് വെച്ച് കൊടുത്ത് തിരുവനന്തപുരത്ത്, അവരാരാന്ന് പോലും നിങ്ങൾക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. ശരിക്കും 160 ആപ്ലിക്കേഷനിൽ നിന്ന് നോക്കിയപ്പം 8 പേർക്ക് തിരുവനന്തപുരത്ത് ജെനുവിനായിട്ടുള്ള 8 പേർക്ക് മാത്രമേ വീടില്ലാതുള്ളൂ. ബാക്കി എല്ലാവരും അമ്മ വന്നിട്ട് പറയും മോൻ പുറത്താക്കി ഒരു വീട് കൊടുക്കും. കരിമടം കോളനി നോക്കുക, കരിമടം കോളനി നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കുടുംബത്തിന് 4 വീടാണ് കോർപ്പറേഷൻ കൊടുത്തത്. വേറെ ഒരു 12 പേരുള്ള ഒരു കുടുംബക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു വീടും കൂടെ ഈ 12 പേരെങ്ങനെ ഒരു 250-300 സ്ക്വയർ ഫീറ്റിനകത്ത് കിടക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്, ഇല്ല അത് വന്നിട്ടില്ല, ഇതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ മൊബൈൽ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ കരിമടം കോളനിയുടെ ഏറ്റവും മുകളിലത്തെ മുറിയിൽ AC എല്ലാം വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത്രയും പണക്കാർ ഇവിടെ ഉണ്ടോ? അപ്പോഴാണ് മനസ്സിലായത്, ചാലയിലെ ഹെഡ് ലോഡർ വർക്കേഴ്സ് ഉച്ചയ്ക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് സീസത്തേക്ക് വേണ്ടി പോയിരിക്കുന്ന മുറിയാണ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്.
കരിങ്കുളത്താണെന്നുണ്ടെങ്കിൽ സുനാമി സ്കീമിലുള്ള 413 250 വീടുകൾ കൊടുത്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതെല്ലാം വിറ്റു. കാര്യം എന്ന് വെച്ചാൽ കടൽ തീരത്ത് കിടക്കേണ്ട മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് 1.5 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ട് കൊടുത്തപ്പോൾ അവർ വിറ്റിട്ടാണെന്നുണ്ട് പിന്നെയും കടൽ തീരത്ത് പോയി. ഇവിടെ സ്ഥിരമായിട്ട് ഓരോ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴത്തേക്ക് സ്ഥിരമായിട്ടൊരു പാറ്റേൺ ഉണ്ട്, വീട് പോകുന്നവർക്ക് കൊടുക്കുന്ന. അപ്പോൾ അങ്ങനെ ഇത് നമ്മെ കൊള്ളയടിക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ വെറുതെ ഒന്നുമല്ലേ. ഇത് ഈ ചില കമ്പൽഷൻ കൊണ്ട് 280 പേജായിട്ട് കുറയ്ക്കേണ്ടി വന്നു. ഞാനൊരു 500 പേജെങ്കിലും ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചധികം കഥകൾ ഇനിയും പറയാനുണ്ട്. അങ്ങനെ ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള KSRTCയെയും KSEBയെ പറ്റിയാണെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതിയില്ല. കാരണം എന്ന് വെച്ചാൽ KSRTC എന്ന് പറഞ്ഞ ശശിയേട്ടനും പറയുമായിരിക്കും വിശ്വവിദ്യാലയമാണ്, പഠിക്കാനുണ്ട്. എൻ്റെ MBA പഠിച്ചിട്ടുള്ള ഫിനാൻസ് മാനേജ്മെൻറ്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പഠിക്കാനുള്ളൊരു വിശ്വവിദ്യാലയമാണ്. എന്തുകൊണ്ടൊരു പബ്ലിക് സെക്ടർ നശിച്ചു പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാത്തമായിട്ടുള്ളൊരു ഉദാഹരണമാണ്. അങ്ങനെ എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പറ്റി എൻ്റെ ബോർഡ് മെമ്പറായിട്ടും ചെയർമാനുമായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഐ വിൽ നോട്ട് കം ടു എ ലീഡിങ് പൊസിഷൻ ടു ലീഡ് പീപ്പിൾ ഓർ എനിക്ക് പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കണമെന്ന് താല്പര്യമില്ല. ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് ഇതിനെ ലീഡ് ചെയ്യണമെന്നുമില്ല. അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്നുള്ള നിലയിൽ ഞാൻ എഴുതി. ഇവിടെ ഇരിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ, ഇതുപോലുള്ള നല്ല കറളഞ്ഞ ഉദ്യോഗസ്ഥന്മാർ, ഇവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ട് എഴുതി നമ്മുടെ ജനങ്ങളെ, അതാണ് നമ്മുടെ സാമൂഹിക റിഫോമേഴ്സ്. അവർ നേരത്തെ തന്നെ ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മളെല്ലാം വിദ്യാസമ്പന്നരായത്. അതുപോലെ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഈ ബുക്ക് എഴുതിയത്. എല്ലാവരും വന്ന എല്ലാ ആൾക്കാർക്കും നന്ദി പറയുന്നു. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരാണ്. പ്രിൻസ് ആദിത്യ വർമ്മ ഇവിടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ വന്നിട്ട് ഞാൻ ബാക്കി നന്ദി ഇവിടെ പറയാം. 2 വാക്ക്